വലാക്കിനില്ലതീ സആദത്തി സആദത്തി ദാറയിലുള്ളത് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇറങ്ങി താമസിക്കുന്ന വീടുകളിൽ പരിപാലിച്ചുകൊണ്ടാണ് അവിടെ ഉള്ളത്. ആയുസ് നീട്ടിക്കൊണ്ട എന്നല്ല വേണം. അപ്പം അർത്ഥമുണ്ട് അത്രയും ദീർഘം കൊണ്ടെന്നേക്കാറും പല തുഹിലിക്കിനാനി ഞങ്ങൾ നശിപ്പിക്കല്ലേ എന്ന്. അപ്പം തായ്ഫഹുവ മിനത്തഅമീർ അമ്മർ അമ്മറു തഅമീർ നിന്ന് വരും. അവൻ ഇറങ്ങി താമസിക്കുന്ന അവന്റെ വീടിനെ ഒരു പരിപാലിച്ചു. ഇതാ ജഅലഹു അഹിരിൻ, ആ വീട് അഖിലുകാരുള്ളവരാക്കി മാറ്റിയാൽ അങ്ങനെയാണ്. ബഹുവ, അപ്പോൾ ഇത് അത്തഫുൻ അലാ സഫഅത്ത എന്ന് പറയുന്നതിന് മേൽ അത്തഫാണ് ഈ പറയുന്ന ഫീല്. ഐ വകമ അമ്മർത ബിനാ മനാസിലനാ ഫജഅൽതഹ ذات ആഖിർ ബിസ്കാരിനാ ഫീഹാ ഫലാ തുഹ്ലിക്നാ ബൽ അബ്ഖിനാ വതവിൽ അഅമാറനാ വഹുവൽ അൽയഖു. ഇതാണ് ഏറ്റവും യോജിച്ചത്. അപ്പൊ എന്തായ അർത്ഥം വെക്കേണ്ടത്? ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ വീടുകളെ നീ പരിപാലിക്കുന്നത് പോലെ ആക്കി തന്നു. ആ വീടുകളെ നീ കുടുംബമുള്ള വീടാക്കി തന്നു. അതെങ്ങനെ? ആ വീട്ടിൽ ഞങ്ങൾ താമസിപ്പിക്കൽ കൊണ്ട്. ഞങ്ങളെ നീ നശിപ്പിക്കല്ല അല്ലാഹ്, പിന്നെയോ ഞങ്ങൾ നീ അവശേഷിപ്പിച്ചുകൊണ്ട, ഞങ്ങൾക്കുള്ള ആയുസിന് നീട്ടിക്കൊണ്ട എന്നൊക്കെയാണ് അർത്ഥം. വലാ തുഹ്ലിക്നാ ബിദുനൂബിനാ യാ അർഹമർ റഹീമീൻ. അതൊക്കെ കിട്ടുമല്ലോ. അല്ലാഹുമ്മ സക്കിൻ അന്നാ ബിജൂദിക വലുതുഫിക വഫദ്ലിക വകറമിക സദമത ഹൈബതി കഹ്റമാനിൽ ജബറൂത്ത്. സ്വദമത്ത് അസദമത്ത് സ്വദമത്ത് എന്ന് പറഞ്ഞാൽ ഈ നാസിറത്തുല്ലത്തി തബ്ജുൽ ഇൻസാൻ, ഒരു മനുഷ്യനെ പെട്ടെന്ന് ഇറങ്ങി വരുന്ന വിപത്ത് എന്നാണ്. അതിനവൻ പെട്ടെന്ന് വിപത്ത് വന്നിട്ട് ആകെ കിട്ടി ഇളക്കി പുറപ്പെടുവിക്കും. നമ്മളെ ഈ വർഷത്തിലെ മുണ്ടക്കൈയും ചൂരന്മാരുണ്ടായിരിക്കുന്ന ഉരുളുപൊട്ടൽ പോലെ യുഖാലു പറയപ്പെടാറുണ്ട് ഭാഷയിൽ സ്വദമഹു അമ്രുൻ ഷദീദ് അയ അസാബുഹുന, ഒരു ശക്തമായ ഒരു കാര്യം അവന് കിട്ടി എന്ന അർത്ഥത്തിൽ സ്വദമഹു അമ്രുൻ ഷദീദ് എന്ന് പറയാറുണ്ട്. അപ്പൊ സ്വദമത്ത് എന്ന് പറഞ്ഞ വിപത്ത്. ഹൈബത്ത് ഖഹ്റമാനിൽ ജബറൂത്ത്. ഹൈബത്ത് എന്ന് പറഞ്ഞാൽ മസ്തുർ ഹാബഹു എന്ന പിന്നെ മസ്തർ ഹൈബത്ത് വിമാന ഖാഫഹു വത്തഖാഹു വഹദറഹു എന്നർത്ഥമുണ്ട്. വഹദറു പേടിച്ചു, സൂക്ഷിച്ചു, ഭയന്നു എന്നർത്ഥം വരുന്ന ഫീലാണ് ഹാബ. അതിന്റെ മസ്തറാണ് ഹൈബത്ത്. അപ്പൊ പേടി, അപ്പൊ പേടിയുള്ളതായ, അപ്പൊ പേടിയുടെ സദമത്ത്. ഖഹ്റമാൻ والقهرمان أمين الملك ووكيله الخاص القائم بتدبير دخله وخرجه. പുറപ്പെടുക, പ്രവേശിക്കുക എന്നീ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നിന്നുപോരുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ വിശ്വസ്തോ ആണ് ഖഹ്റമാൻ. ജബറൂത്ത് എന്ന് പറഞ്ഞ ഖുദ്റത്ത് വസൽത്തനത്ത് അൽ അലമത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. വണ്ണവാലിപ്പം, അധികാരം, കഴിവ് എന്ന അർത്ഥം വരുന്നതാണ് ജബറൂത്ത്. അപ്പൊ അധികാരവും അതുപോലെ കഴിവുമുള്ള, പിന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു വരുന്ന ആ ആളെ, അങ്ങനെയുള്ള ഒരു പേടിയുടെ വിപത്ത്, ആ വിപത്തിനെ ഇനി ഞങ്ങളെ തൊട്ട് എന്ത് വേണം? ഒതുക്കിക്കൊണ്ട തമ്പുരാനേതായി. അപ്പൊ എന്താ അർത്ഥം നോക്കുക? അന്നൽമാന സക്കിൻ അന്നാദി ആദിയിൽ ഔസാഫി, ഇത്തരം വിശേഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ തൊട്ട് സമാധാനം പെടുത്തി തരണം. മുസാദമത്തുൽ ഹൈബത്തി വമുഖാറഅത്തുൽ മഖാഫത്തി അല്ലാത്തിയത്തി വക്കീൽ സൽത്തനത്തുൽ ഖാഹിറത്തി, അടക്കി ഭരിക്കുന്ന ഭരണാധിപന്റെ വക്കീലിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഭയത്തെ കൊണ്ട് മുട്ടലും പേടിയുമായി കൂട്ടിമുട്ടലുമുള്ള സംഗതി ഉണ്ടല്ലോ, അതിനെ അടക്കിക്കൊണ്ട, അതില്ലാതാക്കിക്കൊണ്ടാണ് അർത്ഥം. അയിനി ഉറൂദൽ മസായിബിൽ ആത്തിയത്തി മിൻഹു സുബ്ഹാനഹു വതആല ബിമുഖ്തള വസ്ഫിൽ അദൽ. അല്ലാഹു തആല നീതിമാനാണ്. ആ നീതിമാനായിരിക്കുക എന്ന തേട്ടം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്ത് വരുന്ന ഒരുപാട് മുസീബത്തുകളുണ്ട്. ആ വരുന്നതിനെ തടുക്കുക എന്നതാണ് അർത്ഥം. ബില്ലതീഫത്തിൻ നാസിലത്തിൽ വാരിയത്തിൻ ഫൈളാനിൽ മലകൂത്തിന. എന്താ പറഞ്ഞ അർത്ഥം? ലതീഫത്തുൻ അന്നുഖ്തത്തു ഇദാ കാന യഹ്ദുസു ലഹ
ഫൈലാൻ ഇംബിസാത്ത് എന്നുണ്ടെങ്കിൽ ഒരു വസ്തു മനസ്സിന്റെ അകത്തു നിന്ന് വർത്തമാനം പറയും. അങ്ങനെ മനസ്സിന്റെ അകത്ത് നിന്ന് എന്തായി വരും, ഇങ്ങനെ പുതുതായി വരും. ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായ ഒരു ഫലം വരുത്തുന്ന ഒരു മയം ഓവാസയിലാനു, അത് വലിച്ചു കിട്ടേണ്ടതാണ്, വലിഞ്ഞു വരണം. മലക്കൂത്തുന്ന ആലമുൽ ഗൈബ് അൽ മുഖ്തസു ബിൽ അർവാഹി വൻ നുഫൂസ് വൽ ഇസ്സി വസ്സുൽത്താൻ, ഭരണാധിപൻ, അധികാരം, യോഗ്യത, അതുപോലെ ആത്മാവ്, ശ്വാസങ്ങള്, ഹൃദയങ്ങള്, ഇവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നിൽക്കുന്ന ലോകമാണ് ആലമുൽ ഗൈബ്. അതാണ് മലക്കൂത്ത്. ഈ മലക്കൂത്തിയായിരിക്കുന്ന ഫൈലാനിൽ നിന്ന്, മലക്കൂത്തിന്റെ ഫൈലാനിൽ നിന്ന് വരുന്ന ഇറങ്ങിക്കിട്ടുന്ന ലത്തീഫത്തുണ്ട് മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടാണ്. ഒൽമാന അല്ലാഹുമ്മ സക്കിൻ അന്ന, ഞങ്ങളെ തൊട്ട് നീ അടക്കിത്തരണേ. തിൽക്കൽ മുസാദമത ബിവാസിത്തിൽ ഉമൂരില്ലത്തി യഹ്ദുസു ഫിഹാ ഇംബിസാത്തുൻ ബിന്നഫ്സില്ലത്തി ഹിയ നാസിലത്തുൻ തരിദു വതഫീമു മിൻ ആലമിൽ ഗൈബ്. അദൃശ്യ ലോകത്തിൽ നിന്ന് ഒഴുകി വരുന്ന, വന്നുകൊണ്ടിരിക്കുന്ന, ഇറങ്ങുന്നതായ മനസ്സിന്റെ അകത്തിന് തളത്തിൽ വിശാലത ലഭിക്കുന്നതായി കിട്ടുന്ന ചില പുതുതായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വരവോടുകൂടി ഇങ്ങനെയുള്ള പേടികളും മറ്റുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കിയ സമാധാനം കൊണ്ടാണർത്ഥം. അല്ലെങ്കിൽ ഇസ്സി, അല്ലെങ്കിൽ ഇസ്സാണ് തേടുന്നത്. ആ ഇസ് തേടുന്നതിനേക്കുള്ള ഒഴുക്ക്, ആ ഇഫാത്തിന് വരുന്ന ഒന്നും എന്തും ആവാം. അല്ലാഹു അഅലം. ഇങ്ങനെയൊക്കെ അതിനെ പറ്റി വിശദീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് ഞങ്ങൾ എന്തായെന്നറിയാമോ, ബന്ധിക്കുന്നവരാവാൻ വേണ്ടി. ഞങ്ങൾ ബന്ധിക്കുന്നവരാവാൻ വേണ്ടി ബിഅദിയ ലുത്ഫിക, നിന്റെ ലുത്തുഫാകുന്ന ആ കോന്തലയുമായി ഞങ്ങൾക്ക് ബന്ധമാണ്. അതിയാൻ എന്ന് പറഞ്ഞാൽ ജംഉ ദൈൽ, ദൈലിന്റെ ജമ്മാണ്. ഒരു വസ്തുവിന്റെ ലാസ്റ്റ്, അത് വാലിന്റെ ലാസ്റ്റ് എന്നൊക്കെ പറയുന്ന മാതിരി. സൗബി, വസ്ത്രത്തിന്റെ ദൈൽ എന്ന് പറഞ്ഞാൽ മാതറ മിൻഹു, ഇതാ തുണിയെടുത്ത് താഴ്ത്തിട്ടാൽ അടിഭാഗത്തുള്ളതിന്റെ പേരാണ് ദൈൽ, തുണി കോന്തല. അപ്പൊ എന്തായ അർത്ഥം, അതിനകത്ത് അല്ലക്കു ബിശൈഇൻ മിൻ ലുത്ഫിക, എന്റെ ആ മയമാവുന്ന ലുത്തുഫുണ്ടല്ലോ, ഒരു അനുഗ്രഹം, അതിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവുമായുള്ള ഞങ്ങൾ ബന്ധമുണ്ട്. ആ ബന്ധം ഉണ്ടാവുന്ന വരെയാണ്. നാശത്തെ തൊട്ട് അള്ളാഹു കാവൽ തേടി നടത്തും. അള്ളാഹു താലാന്റെ ലുത്തുഫ് കൊണ്ട് അള്ളാഹ് തടഞ്ഞു. അതുപോലെ അള്ളാഹുവിലേക്ക് എന്തായി, ആ ലുത്തുഫ് കൊണ്ട് നാശത്തെ തൊട്ട് അടഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അതായത് അർത്ഥം കാമില വൽ ഖുദ്റത്തി ശാമിലത്തി വറഹ്മത്തിൽ വാസിയത്തി ബിറഹ്മതിക. അതിനർത്ഥം പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കുന്നു. മുതവസ്സിലൻ ബിറഹ്മതിക, നിന്റെ അനുഗ്രഹവുമായി തവസ്സുൽ ചെയ്യുന്നവനായി ചോദിക്കുകയാണ്. സജ്ജനങ്ങളായ നിന്റെ അടിയങ്ങളെ നീ ഏതുകൊണ്ടാണ് ആ ലുത്തുഫ് കൊണ്ട് കാത്തിരിക്കുന്നത്, അതുകൊണ്ടും ചോദിക്കുന്നു. യാദൽ ജലാലി വൽ ഇക്റാം നസ്അലുക അൻ തസ്രിഫ അന്ന الطاعون والبلاء يا الله يا الله يا الله اهتجبنا استطرنا അല്ലെങ്കിൽ ഇസ്തതർന, നീ ഞങ്ങൾ എന്തായെന്നറിയാമോ, മറച്ചു. ബിനൂരി ദാത്തില്ലാഹിൽ ഖദീമി വബിനൂരി വജീഹിൽ കരീമി വബിനൂരി അർശിൽ മജീദി വബിനൂരിൽ അംബിയാഇ വൽ മുർസലീന അലൈഹിമുസ് സ്വലാത്തു വസ്സലാം മിൻ ശർരി അദുവിനാ വശർരി അദുവില്ലാ വമിൻ ശർരിൽ വബാഇ വത്താഊൻ വബിമിഅത്തി അൽഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ختمنا على أنفسنا وديننا وأهلنا وأموالنا وأولادنا بخاتم الأسماء العظام. ാണല്ലോ ഈ ദ്വാന്റെ അർത്ഥം കിട്ടുമല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ ഇനി ഭാഷാപരമായിട്ട് ഖതമി വഗൈരി, ഭക്ഷണം അല്ലാത്ത സാധനത്തിന്റെ മേലും ശീൽ വെച്ചു എന്നാണ്. അതായത് അർത്ഥം എന്താ, മെഴുകുകൊണ്ടോ പശ കൊണ്ടോ മണ്ണ് കൊണ്ടോ ആ ഭക്ഷണപാത്രത്തിന്റെ വായ മൂടിക്കെട്ടി. അങ്ങനെ പറയുമ്പോൾ ഖത്തമാനത്വാമെന്ന് പറയാറുണ്ട്. അത്താല യദുഖുലഹു ഷൈഉൻ, ഒരു വസ്തു അതിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി.
വലാ യഖ്റുജു മിന്നു ഷൈ ഒന്നും അത് പുറത്തേക്ക് വരാതെക്കാൻ വേണ്ടി ഐ തബഇന അലീഹ ബിതാബിഇൽ അസ്മാഇൽ ഇല്ലാം വലിയ വലിയ നാമങ്ങളുള്ളതായിരിക്കുന്ന സീൽ കൊണ്ട് ഈ പറയുന്നതിന്റെ മേൽ ഞങ്ങൾ സീൽ ചെയ്തിരിക്കുന്നു. വലാ യഖ്റുസു ഇലൈഹാ ഷൈഉൻ യുഫ്സിദുഹ ഇതിനെ നാശമാക്കുന്ന ഒരു വസ്തു അതിലേക്ക് വന്ന് ചേരുവില്ല, രക്ഷപ്പെടാൻ കഴിയുമല്ല. ബിഖാതമി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി യഖാ അല്ലാഹുമ്മ യാ വലിയൽ ഔലിയായി വയാ കാശിഫൽ ദർരി വൽ വലായി വയാ സമീഅദ് ദുആഇ വയാ ലതീഫ ബിന്നസ്ബി ലതീഫ ലികൗനിഹി മുനാദൻ ഷബീഅൻ ബിൽ മുനാദി അല്ലെങ്കിലും മുനാദ മുലാബിനോട് സാദൃശ്യമുള്ള മുനാദിയാണ് ലത്തീഫൻ, അതുകൊണ്ട് കൊടുത്തു. ലിമാ യശാഉന്നിലോടത്ത് ബിൽ ലാമി ബിൻ നുസഖി ചില കോപ്പിയിൽ കാണും അല്ലത്തീ റഅയ്ന നമ്മൾ കണ്ടതായിരിക്കുന്ന കോപ്പിയിൽ കാണുന്നത് ലാം കൊണ്ടാണ്. വഹുവ മുതഅല്ലിഖും ബി ലത്തീഫൻ ലത്തീഫൻ എന്ന് പറയുന്നത് ബന്ധിച്ചതാണ് ലിമാ യശാഉൽ ലാം. അപ്പൊ അല്ലാമ അവിടുത്തെ ലാം എന്താവുക അതിന് ഭാര്യ അർത്ഥം കൊണ്ടാവാം, നീ ഉദ്ദേശിച്ചത് കൊണ്ട്. ഖഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വഹുവ ഇഹ്തിബാസുൽ മതർ വയബ്സുൽ അർളി വഖില്ലത്തുൽ ഖൈർ നന്മ കുറവിനെ കൊണ്ടും എന്ത് പറയാ ഖഹത്ത് എന്ന് പറയാം. ഭൂമി ഉണങ്ങി വരണ്ടാലും പറയാ ഖഹത്ത് എന്ന്. മഴ പിടിച്ചു വെക്കാതൊക്കെ അർത്ഥമുണ്ട്, അതിനൊക്കെ വരളിച്ച അത് പറയാം. വസൽസലത്തി സൽസല വറ സൽസലത്ത വഹിയ ഇർതിജാഫുൽ അർളി വഇഹ്തിസാജുഹ ഭൂമി വിറകൊള്ളുക കിടുകിട വിറക്കുക ഇതാണ്. വൽ വലാ വഹുവ ഇർതിബാസാർ അത് വില ഉദിച്ച് കയറുക. വൻ നിഖ്മത അൽ ഇന്തിഖാമീന ശിക്ഷ വഹുവൽ മുകാഫഅതു ബിൽ ഉഖൂബത്തി ശിക്ഷ കൊണ്ട് എന്താവോ നേരിടിക്കുക മതിയാക്കുക. അപ്പോൾ അതിനത്തോട് നാം ചോദിക്കുന്നു മിഹിനത്ത മിഹിനത്ത് എന്ന് പറഞ്ഞാൽ ഹിയമായും അൽ ഇൻസാൻ ബലിയത്തിന് ബലിയത്ത് എന്നുള്ളതാണ് മിഹിനത്ത്. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യരെ അതുകൊണ്ട് പരീക്ഷിക്കപ്പെടും അർത്ഥം. ആ പരീക്ഷണം. വൽ അനാ അനാ വസ്തുറു മിൻ അനാഹുൽ അം ഇദാ അഹമ്മഹു വസഖാലിഹി ഒരു കാര്യം മുഖ്യമായതാവുകയും അത് പ്രയാസമാവുകയും ചെയ്താൽ പറയും അനാഹു. അപ്പോ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ അത് എളുപ്പമാക്കണം. വൽ ബശ കദാബി ജമീൻ നുസഖില്ലത്തി റഅയ്ന നമ്മൾ കണ്ട കോപ്പികളിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. വലം മഖിഫ് അലാ മഅന മുനാസിബിൽ ലഹു ഹുന ഇവിടത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം യോജിക്കുന്ന അർത്ഥത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. സുമ്മ അത്തിലാനി ബാദുൽ അഹിബത്തി അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഇഷ്ടക്കാർ ചില ആൾക്കാർ എനിക്ക് വെളിപ്പെട്ടു. അസ്ലഹ അല്ലാഹു ലനാ വലകുൽ ഹാൽ എനിക്കും അദ്ദേഹത്തിനും അല്ലാഹു തആല നന്മ നന്നാക്കി തരാം, അല്ല അവസ്ഥ നന്നാക്കി തരട്ടെ. അല മാ വി ഹയാത്തുൽ ഹയവാൻ വി ബയാൻ ഇഖാബ് ഹയാത്തുൽ ഹയവാനിൽ കാണാം ശിക്ഷയെ പറ്റി വിശദീകരിക്കുന്ന അടുത്ത് മിൻക ഖിസ്സത്തു ജദീമത്തും സബാവോട് കൂടെ ഉള്ളൊരു ജദീമത്ത് ഇൻഷാ അല്ലാഹ് നാളെ അവിടെ നിന്ന് വിശദീകരിക്കാം. ദീനർ റഷാദ് എന്ന് പറഞ്ഞാൽ ഓഹുവ ദീനുൽ ഇസ്ലാം ആണത്. ദീനുൽ ഇസ്ലാം എന്നാണ് ദീനർ റഷാദിന്റെ അർത്ഥം, സന്മാർഗത്തിന്റെ മതം. ദീനർ റഷാദ് എന്താ തെർക്കീബ് മഖ്ഊൽ മുഖദ്ദം ലി ഖാമ അഖാമ എന്ന ഫീലിനുള്ള മഖ്ഊൽ മുഖദ്ദമാണ് ദീനർ റഷാദ്. ആ സന്മാർഗമായിരിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാം ദീനിനെ അഖാമ നിലനിർത്തിയിരിക്കുന്നു എന്നാണ്. ഈ അഖാമ എന്ന് പറയുമ്പോൾ സിലത്തു അല്ലതി വല്ലതി ദീനർ റഷാദി അഖാമ എന്ന് പറയുമ്പോൾ അല്ലതി എന്നതിന്റെ സിലയാണത്. അപ്പൊ അതിന്റെ ഇടയിൽ മഖ്ഊൽ ഉണ്ടായി വിട്ടു പിരിച്ചെന്നേ ഉള്ളൂ. അരല്ലതി അഖാമ ദീനുൽ ഇസ്ലാമി എന്നാണ്. ദീനുൽ ഇസ്ലാമിനെ നിലനിർത്തിപ്പോരുന്ന ഒരാളുടെ മേൽ എന്ന് പറയുമ്പോൾ ആരാണ് ആ അല്ലതി കൊണ്ട് അറിയപ്പെട്ട ആള്? ഓഹുല്ലാഹുസല്ലാലും അത് ഔസല്ലാലും തങ്ങളാകുന്നു. അപ്പൊ ആ മഹാന്റെ പേരിൽ നന്നായി കമാ സബഖ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എവിടുന്ന് കിട്ടിയെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മുൻകടന്നതുപോലെ എന്ത് അന്നഹു ഖാല മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അൻത ഖയ്യിമു ശർഈ എന്റെ പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ നിയമങ്ങളെ നിലനിർത്തുന്ന ചൊവ്വാക്കുന്ന ആളാണ് നിങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുന്ന ആള് തന്നെയാണ് വല്ലദീ ദീനർ റഷാദി അഖാം എന്ന് പറയും ഔസല്ലാഹും തങ്ങളാണ് എന്ന്. ഇനി വയഹ്തമിലുമായി യുറാദ ബിഹി ഈ പറയുന്ന വല്ലതിയോട് ഉദ്ദേശിക്കപ്പെടാൻ പറ്റും കുല്ല
കുല്ലുമൻ അഖാമഹു ദീന ആരൊക്കെ നിലനിർത്തുന്ന എല്ലാവരും അതിൽ പെടുന്നു. അപ്പൊ കാമബി അമ്പി ആ ദീന്റെ കാര്യങ്ങളുമായി നിലനിന്നു പോരുന്നവരും നിലനിർത്തുന്നവരുമായ ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരെല്ലാവരെയും ഈ പറയുന്ന വല്ലദീ ദീന റസാദി അഖാം എന്നോട് ഉദ്ദേശിക്കാം. എല്ലാവരും പെടും. ബഹുവൽ അഫിയതു ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ മാത്രമാക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തലാണ്. അങ്ങനെ വരുമ്പോൾ അതാണ് ഏറ്റവും അഫിയത് ഫായിദൊപ്പിക്കുന്നത്. എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആലി എന്നതിനെ നമ്മൾ താമീമാക്കിയപ്പോൾ കിട്ടിയതുപോലെ വല്ലതി എന്നതിനെയും താമീമാക്കിയാൽ എന്ത് കിട്ടും? ആമാക്കി കൊണ്ടുവന്നാൽ സ്വഹാബത്ത് പെടും, താബിഈ ഒക്കെ പെടും. മുഅ്മിനീങ്ങളായി ഉദ്ദേശിച്ചാൽ മതിയല്ലോ, അവരെല്ലാവരും പെടും. അങ്ങനെ വരുമ്പോൾ തഖ്സീസ് ഒന്നും ആക്കണ്ട, ആമാക്കിയ മതി. ഇതൊക്കെ ഒരു ഉദ്ദേശം. എന്നിട്ട് പറയുന്ന എന്താക്കെ പറഞ്ഞിട്ട് ഫസൽഹു. അപ്പൊ ഫസൽഹു എന്ന് പറഞ്ഞ ഫീല് അംറും മിൻ സാല യസാലു എന്ന് പറയും. മുഖഫഫായിരിക്കുന്നു. മുഖഫഫിൻ സാല യസാലു മുഖഫഫിൻ ലഘുവാക്കിക്കൊണ്ടുള്ള സാല യസാലു എന്ന പേരിലുള്ള അംറാണ് ഫസൽ സൽ എന്ന് പറയും. അപ്പൊ സാല യസാലു അൽ അംറു മിൻ സല്ലായി. ഇനി സഅല യസ്അലു എന്ന് തഖ്ഫീഫ് അല്ല, അവിടെ സഖീല ഉണ്ട്, അത് ഹംസ ഉണ്ട്. അപ്പൊ സഅല യസ്അലു എന്ന് അംറാക്കിയിട്ടും സൽ എന്ന് പറയും. അൽ ഹംസകൾ സൽ എന്ന് പറയണം. അപ്പൊ എന്തായി അതിന്റെ അർത്ഥം? അയ്യാ ശൈഖന, ഞങ്ങളെ ശൈഖേ ഇസ്അൽഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയോട് അങ്ങ് ചോദിക്കണം. തുലുമിന്നു, നബിയും അങ്ങ് തേടുകയും വേണം. എന്ത്? യശ്ഫഉ ലി, ആ നബി എനിക്ക് ശഫാഅത്ത് ചെയ്യണം, അത് തേടണം. യശ്ഫഉ എന്നിടത്ത് റഫ്കൊണ്ട് വായിക്കണം. അത് മഫ്ഊലുൻ സാലിൻ ലിസൽഫ്, സൽ എന്ന് പറയുന്ന അംറിനുള്ള രണ്ടാമത്തെ മഫ്ഊലായിട്ട് വരുന്നതാണ് യശ്ഫഉ ലി. അല തഖ്ദീരി അൻ, അവിടെ അന്നുണ്ട് സങ്കല്പിക്കണം. അപ്പൊ നബിയോട് നിങ്ങൾ തേടണം, ചോദിക്കണം, ആ നബി എനിക്ക് ശഫാഅത്ത് ചെയ്യലിന് എന്നായി. വൽ അസ്ലു യശ്ഫഉ ലി എന്നിടത്ത് അസ്ൽ എങ്ങനെയാണ്? അൻ യശ്ഫഅ ലി എന്നാണ്. അൻ യശ്ഫഅ ലി എന്നാണ്. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? ഫലമ്മ ഉദിഫ, അങ്ങനെ അൻ എന്നതിനെ കളയപ്പെട്ടപ്പോൾ ഇർതഫ, അത് റഫുള്ളതായി മാറി. അപ്പൊ യശ്ഫഅ എന്ന് വായിച്ചാൽ പറ്റും യശ്ഫഉ. എന്തുകൊണ്ട്? അന്ന ഇബ്ഖാഅൻ നസ്ബി ബഅദ അസ്ഫി അൻ, അന്നിനെ നഫി ചെയ്യുന്ന അറഫാണ് അൻ. ആ അൻ എന്ന് പറയുന്ന അറഫിനെ കളഞ്ഞ ശേഷം യശ്ഫ എന്ന് പിന്നെ നസ്ബ് ചെയ്തുകൊണ്ട് നിർത്തുക എന്നുള്ളത്, അങ്ങനെ അവശേഷിപ്പിക്കൽ അതെന്താണ്? ഷാദുൻ, അത് നിയമത്തിന് വിരുദ്ധമാണ്, ഷാദാണ്. അത് തെളിവായിട്ട് പറയാം. ഖാലബിൽ ഖുലാസത്തി, ഖുലാസയിൽ കാണാം. وشذ حذف عن ونصب في سوى ما مر فقبل منكما عدل رواه. നെസ്ബിനെ കളഞ്ഞിട്ട് അങ്ങനെ തന്നെ അല്ല, നെസ്ബ് ചെയ്യുന്ന ആമിലായ അർഫിനെ കളഞ്ഞു, അത് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ എന്ത് ചെയ്യാ? നെസ്ബ് ചെയ്യാം, അത് നിർത്താന്നുള്ള ഷാദാണ്. മുമ്പ് പറഞ്ഞതിൽ ഒഴികെ അതിൽ നിന്ന് നീതിമാനായ ഒരാൾ റിപ്പോർട്ട് ചെയ്തെന്താണോ അതിന് സ്വീകരിച്ചോ. അപ്പൊ ഇവിടെ ഷാദാണെന്ന് മനസ്സിലായല്ലോ. ആ ഷാദായ നിയമം പോക്കിക്കൊണ്ടാണ് യശ്ഫഉ റഫുള്ളതാക്കി നെസ്ബിനെ കളഞ്ഞിട്ട്. وذهب قوم إلى أن الحذف في سوى المواضع المعلومة, ഇവിടെ പറഞ്ഞതായിരിക്കുന്ന അറിയപ്പെട്ട സ്ഥലം അല്ലാത്തയിടത്തും അൻ എന്ന് പറയുന്ന അറഫിനെ കളയുക എന്നുള്ളത് ഷാദുൻ മുത്ലഖൻ, അത് മുത്ലഖായാണ്, ഷാദാണ്. എന്ന് പറഞ്ഞാൽ സവാഉൻ ഉബ്ഖിയ അംല, കളഞ്ഞിട്ട് ആ നെസ്ബിനെ തന്നെ അങ്ങനെ നിർത്തിയാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, എന്ത് ചെയ്യാൻ പറ്റുക? ഷാദാണ് ആ കളത്തിൽ എന്ന് പറയുന്നത്. അങ്ങനെ അഭിപ്രായം പലതും അതിലുണ്ട്. യഥാർത്ഥത്തിൽ വലൈസബി ജവാബി ലിസൽ, സൽ എന്ന് പറയുന്ന അമ്രിന്റെ ജവാബല്ല ഇത്, മനസ്സിലാക്കണം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ജുസിമ, അൻ ജസ്മ ചെയ്യപ്പെടുന്നു, അതില്ലല്ലോ. യാ മുഹിയുദ്ദീൻ, ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ എന്ന് ചോദിക്കുകയാണ്. വതാബിഈന ലഹും മുഅസ്സിസിദ്ദീനി മുഫ്നീന അജ്സദഹും ലില്ലാഹി ലിദ്ദീനി മുസ്തബ്ശിരീന ബിഫളില്ലാഹി ബിദ്ദീനി ഫമിൻഹും മൻ തൻസുറന്നി മുഹിയുദ്ദീനി.
താബിഈന ലഹും, ഈ പറയപ്പെട്ട നബിയോടും ആലിനോടും അതിന് ശേഷം പറഞ്ഞ ആൾക്കാരോടൊക്കെ തുറന്നു ജീവിക്കുന്നവരുടെ പേരിലും ഗുണം ചെയ്യട്ടെ എന്നാണ്. മുഅസ്സിസുദ്ദീനി, പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ തറയിട്ടതായിരിക്കുന്ന നന്നാക്കിയെടുത്ത ആളുകൾ എന്നർത്ഥം. അത്തരം ഉള്ള ആളുകളാണ് താബീകൾ. ആ ദീനിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയവരാണ് പറയുന്നത്. ആ തറയിട്ടതായിരിക്കുന്ന ആളുകളായ താബീകൾ. മുഫിനീന അജ്സാദും ലില്ലാഹി ലിദ്ദീനി, അള്ളാഹ്ക്ക് വേണ്ടി ആ താബികളായ ആളുകൾ അവരുടെ ജഡത്തെ നശിപ്പിച്ചു. ആ നിലയിൽ എന്തുവാ ദീനിന് വേണ്ടിയിട്ടാണ് അവർ ശരീരം നശിപ്പിച്ച് കളഞ്ഞത്. അങ്ങനെയുള്ളവരായ നിലയിൽ ദീനിന് അടിത്തറവാകിയ ആളുകളാണ് ഈ താബികൾ അവിടെ വീഴുന്നത്. മുസ്തബിശ്ശിരീന ബിഫദ്ലില്ലാഹി ദീനി, പരിശുദ്ധമായ മതത്തിൽ അല്ലാഹു തആലയുടെ ഔദാര്യം കൊണ്ട് സന്തോഷിച്ചവരായ നിലയിൽ മാമീൻഹും, അപ്പോൾ അവിടെ കൂട്ടത്തിൽ പെട്ടവരാണ് അന്ത, അങ്ങ് സന്തോഷം കിട്ടിയ ആൾക്കാരിൽപ്പെട്ട ആൾക്കാർ അങ്ങ്. അതുകൊണ്ട് ഉൻസുറിന്നീ, നിങ്ങൾ എന്നെ സഹായിക്കണേ, മുഹിയുദ്ദീൻ തങ്ങളെ. കഴിഞ്ഞു. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ആ കുത്തുബിയത്തിന് ആരംഭം കുറിച്ച് അവസാനിപ്പിച്ചത് എന്നാണ്. ഇതാണ് ഇപ്പൊ കുത്തുബിയത്തിന്റെ അവസാന ഭാഗം. സലാത്തോടുകൂടി എല്ലാവർക്കും ദ്വായിരുന്നുകൊണ്ട് അവസാനിപ്പിച്ചു. ഇനി ദ്വായുണ്ട്. ദ്വാ എന്ത് പെട്ടതല്ല, ശൈഖ് തങ്ങളുടേതല്ല. ഇത് വിശദീകരിക്കട്ടെ. താബിഈന ലഹും എന്ന് പറയുമ്പോൾ ലഹും ആരൊക്കെ ഉദ്ദേശിക്കാം? ഐലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി അശ്ശാമിലീന ലിസ്വഹാബത്തി, സ്വഹാബാക്കളെ ആകമാനം ഉൾപ്പെടുത്തുന്ന ആലും മുഹമ്മദ് നബിനോടും കൂടി ജീവിച്ച ആളുകളെ നടത്തും. ഇനി വയഹ്തമിലു അന്നൽ അമീറ ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി ബിമഅൻ അഖസ്, നബിന്റെ കുടുംബം എന്ന് മാത്രം മഹസ്സാക്കിക്കൊണ്ടുള്ള അർത്ഥപ്രകാരം വെച്ച ആലിനോടും മുഹമ്മദ് നബിനോടും പിൻപറ്റിയവർ എന്നും ആകാം. ലഹും എന്ന് പറയുന്നത് അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ അപ്പൊ പിന്നെ സ്വഹാബത്ത് എവിടെ വരും? താബി എന്ന് പറഞ്ഞ വാക്കിലാണ് വരിക. നബിനോടും കുടുംബത്തിനോടും പിൻപറ്റിയവരും സ്വഹാബത്തും പെട്ടു, അല്ലാത്തവരൊക്കെ പെട്ടു. അത്ത അമ്മൽ, ഇത് രണ്ടും ഇവിടെ വരാം. ഞാൻ ആലോചിച്ച് നോക്കി എഴുത്തിമാരുണ്ടോ അല്ലേന്നൊക്കെ. മുഅസ്സിസുദ്ദീൻ എന്ന് പറയുമ്പോൾ സിഫത്തുൽ താബിഈന, എങ്ങനത്തെ താബിഉകൾ, അതിന്റെ സിഫത്താണ് മുഅസ്സിസി എന്നാണ്. അവിടെ ജമ്മിന് മുഅസ്സിസീനാന്നുണ്ടാവും. അപ്പൊ ജംഇന്റെ നൂനുണ്ട്, ജമ്മു മുദക്കർ സാലിമിന്റെ നൂനുണ്ട്, അത് കളയപ്പെട്ടു. അതെന്തുകൊണ്ട്? ലിലാപത്തി എന്നത് കളയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഐ മുബയ്യിനി ഹുദൂദിഹി വ മുദ്ഹിരി ഖവാഇദിഹി വ മുസ്തംബിതി അഹ്കാമിഹി, പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ കണ്ടെത്തുന്നവരും ഗവേഷണം ചെയ്യുന്നവർ, ദീനിന്റെ നിയമങ്ങൾ നിലനിർത്തുന്നവർ, പ്രകടമാക്കിയവർ, ദീനിന്റെ അതിരുവരമ്പുകൾ വ്യക്തമാക്കിയവർ എന്നായി ഇപ്പൊ അതിന്റെ അർത്ഥം. അതാണ് മുഅസ്സിസീൻ ഈ അർത്ഥമൊക്കെ ഉണ്ട്. മുഫിനീന അജ്സാദുഹു എന്ന് പറഞ്ഞ ഹാലിമിനെ താബിഈൻ, ആ താബിഉകൾ തന്നെ അവർക്കുള്ള ശരീരങ്ങളെ നശിപ്പിച്ചതായ നിലയിൽ. അപ്പൊ ഹാലാണ് തർക്കീൽ. ഐ മുഫീദീന ബിഹാ ദീനൽ ഇസ്ലാമി, ആ പരിശുദ്ധമായിരിക്കുന്ന ജഡങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആലാന്റെ മതത്തെ എന്താക്കിയെടുത്തു? മനസ്സിലാക്കിയെടുത്തവർ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.